ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഇളനീർ അഭിഷേകമാണ് ഉണ്ടായിരുന്നത് ഭഗവാന്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഭഗവാനെ ഇളനീർ അഭിഷേകം ചെയ്യാനായിട്ട് അവിടുത്തെ ആൾക്കാർ കൊണ്ടുപോകുന്നൊരു ചടങ്ങാണ് കണ്ടത്. ഈ അമ്പലത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ, അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളുടെ പേര് വരുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് അവിടെ എത്തി മുങ്ങി കുളിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അത്രയും അടിയൊഴുക്കുള്ളത് കൊണ്ട് നമ്മൾ പുഴയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പുഴയിൽ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ 2 കല്ലെടുത്തിട്ട് എല്ലാവരും ഉരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങളും എടുത്തിട്ട് ചെയ്തു. അപ്പോൾ ഒരു ഭസ്മം പോലെ വന്നിട്ട് നമ്മളത് തൊട്ടിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോയത്. ചിലർക്ക് ചന്ദനം കിട്ടാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പുറത്ത് നിൽക്കുന്ന ക്യൂ ആണ് ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ക്യൂ. ഞങ്ങളതിൽ നിന്നില്ല. കാരണം നമ്മൾക്ക് അത്രയും തിരക്കിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ തൊഴുത് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പുറത്താണ് തൊഴുതത്. പിന്നെ നമുക്ക് ഉള്ളിൽ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്നൊരു ഭണ്ഡാരം കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ചടങ്ങ് ഇതുണ്ട്. അത് കൊണ്ടുവന്നിട്ട് അത് ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുതു. പിന്നെ ഇളനീരഭിഷേകം ആയതുകൊണ്ട് തന്നെ അന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ചെറിയ തോതിലാണ് മഴ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ തൊഴുത് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇക്കരെ കൊട്ടിയൂരും കൂടി തൊഴണം. അതും അവിടുത്തെ ഒരു ഐതിഹ്യമാണ്. എനിക്ക് കൂടുതലൊന്നും ഇതിനെ പറ്റിയിട്ട് പറയാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു അമ്പലമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും പ്രകൃതി രമണീയവും പിന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അമ്പലമാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി എന്നൊക്കെ എല്ലാവരും ചെയ്യണ കണ്ടപ്പോൾ ഞാനും ഒരു കൗതുകത്തിൽ ചെയ്ത് നോക്കി. നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ചേച്ചിയും ഞാനും പിന്നെ ഇക്കരെ കൊട്ടിയൂരിലേക്കുള്ള ഇതിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് അവിടെയും കൂടി തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് അമ്പലത്തിലേക്കൊക്കെ പോയി. പക്ഷേ എല്ലായിടത്തും ഞാൻ വീഡിയോ ഒന്നും കവർ ചെയ്തിട്ടില്ല. കൊട്ടിയൂരപ്പനെ തൊഴുത് വരുന്നവരെല്ലാവരുടെയും കയ്യിൽ ഈ ഓടപ്പൂവും കൂടി കൊണ്ടുവരും. ഞാനും അതുപോലെ കൊണ്ടുവന്നു.